SIR പ്രവർത്തനങ്ങൾ ആദ്യം അർഹരായ മുസ്ലിം, ദളിത് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽപ്പെട്ട വോട്ടർമാരുടെ വോട്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നീക്കമായിട്ടാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൂട്ടുനിൽക്കുന്നു എന്ന് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ സംശയം ഉയർന്നു വരികയാണ്. 6-ാം നമ്പർ ഫോറത്തിൽ പുതിയ വോട്ടർമാരുടെ പേര് ചേർക്കാനും 6A ഫോറത്തിൽ പ്രവാസികളായ വോട്ടർമാരുടെ പേര് ചേർക്കാനും 8-ാം നമ്പർ ഫോറത്തിൽ ഒരു പ്രദേശത്തെ വോട്ടർക്ക് മറ്റൊരു പ്രദേശത്തേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യാനുമുള്ള അപേക്ഷകളെന്ന നിലയിലാണ് പരിഗണിക്കുന്നത്. ഇങ്ങനെയുള്ള ഫോമുകൾ ഇതിനകം ലഭിച്ചത് 40,62,182 അറിയപ്പെടുന്നത്. അതിൽ 26,01,201 പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നു. ഇനി 14 ലക്ഷത്തോളമാണ് അവശേഷിക്കുന്നത്. ഇതിൽ ആശ്ചര്യകരമെന്ന് പറയട്ടെ, മറ്റു ജില്ലകളിൽ 1.5 ലക്ഷത്തിൽ താഴെയാവുമ്പോൾ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ 2,67,000 മുതൽ 5,81,000 വരെയുള്ളതാണ് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താനുള്ള അപേക്ഷകളായി ഇതിനകം എത്തിയിട്ടുള്ളത്. അത് അസാധാരണമായ ഒരു നമ്പറാണ്. കേരളത്തിൽ പുതുതായി വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ വേണ്ടി നിയമാനുസൃതം അപേക്ഷ കൊടുക്കാവുന്നത് 2026 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾക്കാണ്. 1/1/2025-ന് 18 വയസ്സ് പൂർത്തിയാകുന്നവരുടെ പേര് നേരത്തെ തന്നെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടതാണ്. അത് നോൺ മാപ്പിങ്ങിൽ പെടുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാത്തതുകൊണ്ട് പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്താതിരിക്കുകയുള്ളൂ. നോൺ മാപ്പിംഗ് ആയാലും 19,32,000 അത് പട്ടികയിൽ ഉള്ളവരാണ്. ശരാശരി ഒരു വർഷം അഥവാ 18 വയസ്സ് 2026 ജനുവരിയിൽ പൂർത്തിയാകുന്നവരുടെ എണ്ണം കേരളത്തിലെ ബർത്ത് രജിസ്റ്റർ പരിശോധിച്ചാൽ ഒരു 1.5 ലക്ഷമാണ് വരിക. എന്ന് പറഞ്ഞാൽ 2026 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാകുന്നവർ എന്ന് പറഞ്ഞാൽ 2008 ജനുവരി 1-നോ അതിനു മുമ്പോ ജനിക്കണം. അതിനു മുമ്പുള്ളവരിൽ 2006-ൽ ജനിച്ചവർ സ്വാഭാവികമായും 2006-ൽ തെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷവും വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുണ്ടാവും. കാരണം വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ മാത്രമാണ് അക്കാലത്ത് വോട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നതുകൊണ്ട് 2006-ലും
18 വയസ്സ് പൂർത്തിയാകുന്നവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടായതുകൊണ്ട് അവർ ചേർത്തിട്ടുണ്ടാവും. ചിലപ്പോൾ മെയ് മാസത്തിന് ശേഷം ജനിച്ചവരായിരിക്കും അവശേഷിക്കുന്നത്. അപ്പോൾ 2007, 2008 വർഷങ്ങളിൽ ജനിച്ചവരുടെ കണക്കെടുത്ത് നോക്കിയാൽ ശരാശരി ഒരു വർഷം 1.5 ലക്ഷമാണ്. അപ്പോൾ 2 വർഷത്തതും കണക്കിലെടുത്താൽ 3 ലക്ഷം എന്ന് കണക്കാക്കാം. പക്ഷെ വന്നത് 40 ലക്ഷമാണ്. അതെങ്ങനെ വന്നു? ഷിഫ്റ്റ് ചെയ്യുന്നതായാലും കേരളത്തിൽ നിന്ന് ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിൽ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏത് മണ്ഡലത്തിലാണോ വോട്ട് അത് ഒഴിവാവുകയും ചെയ്യും. അപ്പോൾ അത് എണ്ണം കൂടുന്നതിന് ഇടയാക്കുന്നതല്ല. എന്നാൽ 2 മണ്ഡലത്തിലും വോട്ട് ലഭ്യമാക്കാൻ വേണ്ടി തൃശ്ശൂരിൽ മുമ്പ് സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ BJPക്കാർ ചെയ്തതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കാർ തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്കാർ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു. അങ്ങനെ ഇരട്ട വോട്ടുകൾ വ്യാജമായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നുണ്ടോ? ഈ കണക്കുകൾ പൊരുത്തമില്ല. കേരളത്തിൽ ജനിച്ചവരുടെ എണ്ണവും അതിൽ വോട്ടവകാശമുള്ള പ്രായപരിധിയിൽ പെടുന്നവരുടെ എണ്ണവും വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ വേണ്ടി കൊടുത്തവരുടെ എണ്ണവും തമ്മിൽ പൊരുത്തമില്ല. 2008-ലും 2007-ലും ജനിക്കുകയും 2026-ൽ 18 വയസ്സ് പൂർത്തിയാവുകയും ചെയ്തവർ അതിൻ്റെ കൂടെ ASTയിൽ കണ്ടെത്താൻ കഴിയാത്തവരുടെ എണ്ണം കൂടി ചേർത്താലും ഈ 40 ലക്ഷത്തിലേക്ക് എത്തുന്നില്ല. ഇത് സുതാര്യമായിട്ടല്ല ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നത്. ഇലക്ഷൻ കമ്മീഷൻ BLOമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാർ അത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വെരിഫിക്കേഷന് വേണ്ടി അയക്കുന്ന എല്ലാ പേരുകളും ഫോറൻ നമ്പർ 6, 6A, 8 എന്നീ ഫോറങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന എല്ലാ ഫോമുകളും ബൂത്ത് ലെവൽ ഏജന്റന്മാർക്ക് പേരുകൾ നൽകണം. അത് പാലിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം തന്നെ പല ബൂത്ത് ലെവൽ ഓഫീസർമാരും പാലിക്കുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പരാതി കൊടുത്തതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രത്യേക സർക്കുലർ ഇറക്കി. അതിൽ പറയുന്നത് you are directed to inform the EROs/BLOs to accept the form submitted by the BLA strictly in accordance with the provisions contained in the manual on election rolls. തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ രേഖകൾ സഹിതം BLOമാർക്ക് സമർപ്പിച്ചാൽ നിങ്ങളത് സ്വീകരിക്കണം. എന്നിട്ട് ഓൺലൈനായി അപേക്ഷിക്കണം. ഓൺലൈനായി ഓരോ വ്യക്തിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ ശേഖരിച്ച് അയക്കുമ്പോൾ കാലതാമസം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് ഇങ്ങനെയൊരു പരാതി നൽകിയത്. അതുപ്രകാരമാണ് നിർദ്ദേശം കൊടുത്തത്. പക്ഷേ ആ നിർദ്ദേശമനുസരിച്ച് BLOമാർ പലയിടങ്ങളിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയുള്ള ഫോറങ്ങൾ വാങ്ങുകയോ ഇലക്ഷൻ കമ്മീഷൻ്റെ ആപ്പ് വഴി അയക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ 30-നകം പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തേണ്ടവർക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ
നിയമപരമായി വോട്ടവകാശത്തിന് അർഹതയില്ലാത്തവരുടെ വോട്ടുകൾ പട്ടികയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുകയും ചെയ്യുന്നു. കണ്ണൂർ ജില്ലയിൽ ചില അസംബ്ലി മണ്ഡലങ്ങളിൽ തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളിൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്നും 8-ാം നമ്പർ ഫോറത്തിൽ വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അസാധാരണമാവിധം വർദ്ധിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വോട്ടുകളാണ് അത്തരത്തിൽ വന്നത്. അത് BLOമാർ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് വെരിഫിക്കേഷന് മുമ്പ് കൊടുക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം അർഹതപ്പെട്ട വോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തിയാൽ അത് വ്യാജ വോട്ടർമാർ ചില മണ്ഡലങ്ങളിൽ തിരികെ കയറ്റുന്നതൊക്കെ കാര്യങ്ങളെത്തും. മാത്രമല്ല, പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, തളിപ്പറമ്പ് മണ്ഡലത്തിലെ 204, 207 പോളിംഗ് സ്റ്റേഷനിൽ അവിടെ താമസമില്ലാത്ത ഈ ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. കല്യാശ്ശേരി മണ്ഡലത്തിലെ 74-ാം പോളിംഗ് സ്റ്റേഷനിൽ 740 പേരുകൾ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടി കൊടുത്തു എന്നാണ് സിസ്റ്റത്തിൽ എണ്ണം കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പോളിംഗ് സ്റ്റേഷനിൽ തന്നെ പുതുതായി 740 ആളുകളെ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ അത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ല എന്ന് വ്യക്തമാവുന്നതാണ്. ഞങ്ങൾ അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ പറയുന്നത്, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും പകർപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാക്കുകയും വേണം. നിലവിൽ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കാണിക്കുന്ന 26 ലക്ഷം പേരുടെ പട്ടിക അടിയന്തരമായും പ്രസിദ്ധീകരിക്കണം. അതിന്മേൽ പരാതികൾ കൊടുക്കണമെങ്കിൽ അനർഹരായ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കൽ മാത്രമേ വഴിയുള്ളൂ. അത് കൊടുക്കാൻ കഴിയണമെങ്കിൽ ആ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകണം. 26 ലക്ഷം എന്തായാലും വരില്ല. കാരണം 2 വർഷമായി വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ സാധാരണഗതിയിൽ 18 വയസ്സോ അതിലധികമോ പൂർത്തീകരിച്ചവരുണ്ടാവുക 3 ലക്ഷത്തോളമാണ്. 2006-ലാണെങ്കിൽ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അന്ന് ജനിച്ചവരുടെ, അന്ന് വോട്ടവകാശം 18 വയസ്സ് പൂർത്തിയാകുന്നവരുടെ പേര് അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ദുരൂഹമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നേ പറയാൻ പറ്റുള്ളൂ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകൾ BLOമാരുടെ വെരിഫിക്കേഷൻ നടത്താതെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ആ വെരിഫിക്കേഷൻ നടത്തുന്നതിന് മുമ്പ് അവർ അർഹരായ വോട്ടർമാരാണോ എന്ന് പരിശോധിക്കണം. അതിന് കഴിയണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ ലിസ്റ്റ് ലഭ്യമാക്കണം. വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് BLOമാർക്ക് കൃത്യമായ അറിയിപ്പ് നൽകണം. ഇങ്ങനെ സുതാര്യമായ വിധത്തിൽ വേണം വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതും നീക്കം ചെയ്യുന്നതും ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്താൻ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ നീതിപൂർവമായി പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരും. നിയമപരമായ സാധ്യതയും നോക്കേണ്ടി വരും. 40 ലക്ഷത്തോളം വോട്ട് പുതുതായി ചേർക്കാൻ കേരളത്തിൽ അപേക്ഷ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിൽ
18 വയസ്സ് പൂർത്തിയായ പുതിയ വോട്ടർമാരുടെയും ASTയിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്തവരായി ഒഴിവാക്കപ്പെട്ടവരുടെയും എണ്ണമെടുത്ത് പരിശോധിച്ചാൽ അതിനേക്കാൾ കൂടുതലാണ്. മാത്രമല്ല അതിൽ 26 ലക്ഷം ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇതിൽ നടക്കുന്നു എന്ന് വേണം നിഗമനത്തിലെത്തിച്ചേരാൻ. ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടുകയും സുതാര്യമായി വോട്ടർ പട്ടിക പ്രവർത്തനം നടക്കുമെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഓക്കെ. വി കുഞ്ഞികൃഷ്ണൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് നേരെ നടപടി ഉണ്ടാവുമെന്ന്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പരസ്യ അഭിപ്രായ പ്രകടനം. പാർട്ടിയുടെ ഒരു പ്രവർത്തകനും ധനാപഹരണം നടത്തിയിട്ടില്ല. അത് 2 കമ്മീഷനുകൾ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്തുക എന്ന നിലപാട് സ്വീകരിച്ചിട്ടാണ് പരസ്യ അഭിപ്രായ പ്രകടനം നടത്തിയത്. അത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉചിതമായ സംഘടനാ തീരുമാനം എടുക്കും. അദ്ദേഹം പറയുന്നത് പാർട്ടിയിൽ തന്നെ വർഷങ്ങളായിട്ട് തന്നെ അത് പക്ഷേ ഒരു കാരണവശാലും തിരുത്താത്തത് കൊണ്ടാണ് തുറന്നു പറയേണ്ടി വന്നത് എന്നുള്ളതാണ്. തിരുത്തേണ്ടത് എന്താണ്? ധനാപഹരണം നടത്തി എന്ന് അദ്ദേഹം പറയുമ്പോൾ ധനാപഹരണം നടത്തിയിട്ടില്ല. തിരുത്തേണ്ടത് എന്താണ്? അതിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം പാർട്ടി യഥാസമയം കണക്ക് അവതരിപ്പിച്ചില്ല. അതാണ് ചൂണ്ടിക്കാട്ടിയത്, അതാണ് കണ്ടെത്തിയത്. അതിൻ്റെ മേലെയുള്ള ചില അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിയിട്ടുണ്ട്. ഒപ്പം ധനാപഹരണം നടന്നിട്ടില്ല എന്നുള്ളത് പാർട്ടി കണ്ടെത്തിയ കാര്യവുമാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം തിരുത്താനായി പാർട്ടിയെ തകർക്കുകയാണ് ചെയ്യുന്നത്. അത് ഉചിതമല്ല. അദ്ദേഹം പറയുന്ന തെളിവെല്ലാം വാസ്തവവിരുദ്ധമാണ്. അതൊന്നും ധനാപഹരണത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുന്ന കാര്യമല്ല. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ മാധ്യമങ്ങളുമായി അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം കൂടി ഉള്ള ജില്ലാ കമ്മിറ്റി അല്ലേ ഈ തീരുമാനമെടുത്തത്? മാത്രമല്ല അദ്ദേഹം കൂടിയുള്ള ജില്ലാ കമ്മിറ്റിയിൽ ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചു? അദ്ദേഹം ശത്രുവിൻ്റെ കോടാലി കൈയായി മാറി. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം ഒരു നീക്കാണ്. അത് അദ്ദേഹത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ട്? പ്രത്യേകിച്ച് ടി.എ. മധുസൂദന്റെ സ്ഥാനാർത്ഥിത്വം തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി ആരെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ട് പാർട്ടി സംശയിക്കുന്നു? അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം യശശരീരനായ കോടിയേരി ബാലകൃഷ്ണനെ പോലും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയില്ലേ? കോടിയേരിയോടും പിണറായി വിജയനോടും MV ഗോവിന്ദൻ മാഷോടും എല്ലാം ഞാൻ പറഞ്ഞിട്ടും അദ്ദേഹം ഒന്നും ഇത് പരിശോധിച്ചില്ല എന്നല്ലേ അദ്ദേഹം പറയുന്നത്? അങ്ങനെ പാർട്ടിയിൽ ഉണ്ടാവില്ലല്ലോ. കോടിയേരി തന്നെ പങ്കെടുത്തുകൊണ്ട്, കോടിയേരി മാത്രമല്ല ഒരു കൂട്ടം സംസ്ഥാന നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത് ഇദ്ദേഹം കൂടി ആ യോഗത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇതെല്ലാം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യും. അതെല്ലാം പറയുന്നതിന് ഒരു തെറ്റുമില്ല. അതെല്ലാം വേണമെങ്കിൽ പറയും. പക്ഷേ അങ്ങനെയൊരു ധനാപഹരണം നടക്കണ്ടേ? അല്ല, ധനാപഹരണം നടക്കണ്ടേ? അല്ല, എന്താ തർക്കം? അല്ല, ഇതിലെ പ്രശ്നം എന്താ? അദ്ദേഹം ഇക്കാലം അത്രയും പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് പാർട്ടിയുടെ ഒരു പൊതുനയത്തിന് വ്യത്യസ്തമായി പാർട്ടിയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയാൽ എങ്ങനെയാ? അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വന്നത് ഇതിന് ശേഷമല്ലേ? അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വന്നില്ലേ? ഇതിലെ വിഷയം അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ
പറഞ്ഞതുപോലെ ധനാപകരണം നടന്നോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ധനരാജിന്റെ രക്തസാക്ഷിത്വത്തിന്റെ തുടർന്ന് വരുന്ന ഒരു ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമാണത്. അപ്പൊ അതിന്റെ ഒരു കണക്ക് CPM കൃത്യമായി പുറത്ത് പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം, രക്തസാക്ഷി ഫണ്ട് പിരിച്ച് ഒരു നയാ പൈസ ദുർവിനിയോഗം ചെയ്തിട്ടില്ല, ധനാപകരണവും നടത്തിയിട്ടില്ല. ഈ ധനാപകരണം എന്ന് പറഞ്ഞാൽ ഞാൻ കക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടിട്ട് എൻ്റെ വീട്ടിലെന്തോ ഉണ്ടാകണ്ടേ? എല്ലാം എൻ്റെ വീട്ടിൽ വല്ലതും കാണണ്ടേ? വേണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും ബിനാമി സ്വത്ത് ഉണ്ടാക്കണ്ടേ? ഇതെല്ലാം നിങ്ങൾ ഓരോന്നോരോന്ന് അദ്ദേഹം പറയുന്നതിൽ നിന്ന് പറയല്ലേ. അദ്ദേഹത്തിൻ്റെതാണ് ആ അഭിപ്രായം. കണ്ടെത്തിയത് ധനാപകരണമേ ഇല്ല, ധനാപകരണമേ നടത്തിയിട്ടില്ല, ഒരു ക്രമക്കേടും ഇല്ല. ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് കുഞ്ഞലക്ഷ്മി ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ തെറ്റായ ആരോപണം ഉന്നയിച്ച ആളെ പിന്നെ എങ്ങനെയാണ് CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്? അത് സംബന്ധിച്ച് പാർട്ടി പൂർണ്ണമായി അന്വേഷിച്ച് ഒരു നിലപാട് സ്വീകരിച്ച് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിനും കൂടി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാവില്ലല്ലോ. അല്ല, ഒരു കാര്യം ചെയ്താൽ പോരെ, അദ്ദേഹം വരാതിരുന്നാൽ പോരെ? അത് തിരക്കേടില്ല. അദ്ദേഹം തെറ്റായ കാര്യം ഇപ്പോൾ പരസ്യമായി പറയുന്നു. അദ്ദേഹം പാർട്ടിയെ തിരുത്താനെന്ന് പറഞ്ഞ് പാർട്ടിയെ തകർക്കാൻ നോക്കുന്നു, ശത്രുക്കളുടെ കോടാലിക്കൈയായി പ്രവർത്തിക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഒരു കാര്യം പറയാം, പയ്യന്നൂരിലെ പാർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ വഴിയിൽ പോകുന്ന പാർട്ടിയല്ല. മാത്രമല്ല, പയ്യന്നൂരിലെ കരിവള്ളൂരടക്കമുള്ള നിരവധി സമര പാരമ്പര്യമുള്ള ഒരു സ്ഥലത്തെ പാർട്ടിയുടെ അണികളും പ്രവർത്തകരും നിതാന്തമായി ജാഗ്രത പുലർത്തും. പാർട്ടിയിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ഇപ്പോൾ ഇതും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കെട്ടിടം നിർമ്മിച്ചത് ക്രമവിരുദ്ധമാണ്, ക്രമക്കേട് നടന്നിട്ടുണ്ട്. അത് ഏതോ ഒരു മാധ്യമത്തിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന്റെ പറഞ്ഞിട്ടുണ്ട്. അത് കാണിച്ചേർന്ന അതേന്ന് അത് നിങ്ങൾക്കുള്ള സംശയം. എൻ്റെ കൂടിയുള്ള ഫ്ലെക്സ് വരും. ഞാൻ എത്ര തവണ അദ്ദേഹത്തെ കണ്ടിന്, അദ്ദേഹം ഏരിയ സെക്രട്ടറി, ഞാൻ ജില്ലാ സെക്രട്ടറി. ഒരാളും ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല. ഒരു MLA ഓഫീസിലേക്കൊക്കെ മാർച്ച് ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റാണ്. രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചാൽ ശരിയല്ലല്ലോ. അതെ, അങ്ങനെയൊരു തെറ്റ് ചെയ്യണ്ടേ? ഇത് മറ്റേ MLA എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ പ്രണയിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം ചെയ്ത MLA ആണ്. അതേതാ? അത് 3 ആളായി. കൊലയാളികളായ RSSകാരെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ UK കുഞ്ഞിരാമനെ കൊലപ്പെടുത്തിയത് RSS അല്ലാന്ന്, ഹരിദാസനെ കൊലപ്പെടുത്തിയത് RSS അല്ലാന്ന് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതന്നെ കാര്യം. ഒരു തെളിവും ഇതിലില്ല എന്നാണ് ഇപ്പോൾ പാർട്ടി പറയുന്നത്. പക്ഷേ കുഞ്ഞകൃഷ്ണൻ പറയുന്നത് ഈ പുസ്തകം വരാനുണ്ട്, ഈ പുസ്തകത്തിൽ ചില തെളിവുകൾ, അങ്ങനെ പുസ്തകമൊന്നും ഞങ്ങൾ അശേഷം ഭയപ്പെടുന്നില്ല, മടിയിൽ കനമില്ല. ഇതിനകത്ത് പിന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇത് അംഗീകരിച്ചിട്ടില്ല എന്നാണ്. കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ശരിക്കും അംഗീകരിച്ചിട്ടുണ്ടോ?